ട്രെയിൻ തടയൽ സമരവുമായി കർഷകർ രംഗത്ത്. പഞ്ചാബിലെയും ഹരിയാനയിലെയും 60 ഇടങ്ങളിൽ കർഷകർ ട്രെയിൻ തടയും. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ് അവരുടെ പ്രതിഷേധം. അംബാലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രണ്ടാം കർഷക സമരം ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ കർഷകർ ഇന്ന് രാജ്യതലസ്ഥാനത്തെത്തും. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ. ഈ റെയിൽ റോക്കോ എന്ന പേരിൽ നടത്തുന്ന സമരം കർഷക സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. വലിയ നിയന്ത്രണങ്ങൾ ഈ കർഷക സമരത്തിന്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ ട്രാക്ടറുമായിട്ട് ഡൽഹിയിലേക്ക് വരാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും വ്യത്യസ്തങ്ങളായിട്ടുള്ള വേറെ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇവിടേക്ക് എത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് മുൻപായി സൂചന എന്ന രീതിയിലാണ് ഇന്ന് റെയിൽ റോക്കോ സമരം 12 മണി മുതൽ 4 മണി വരെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ എല്ലാ മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട് കർഷകർ ട്രെയിൻ തടയും എന്നാണ് ഇപ്പോൾ സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. ഈ സമരം കൂടുതൽ ശക്തമാക്കുന്ന വരും ദിവസങ്ങളിലെ പരിപാടികൾക്ക് അതോടുകൂടി തുടക്കമാകുമെന്ന് അവർ പറയുന്നുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന തടയൽ നടപടികൾ അതിനെ പ്രതിരോധിക്കാൻ ബസ്സുകളിലും ട്രെയിനുകളിലും ഒക്കെയായി ഇവിടേക്ക് ഡൽഹിയിലേക്ക് എത്തുക എന്ന തന്ത്രമായിരിക്കും തങ്ങൾ സ്വീകരിക്കുക എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ എത്തുന്ന തങ്ങൾ ഇവിടെ സമരം ശക്തമാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് വ്യാപൃതരാകും എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കർഷക സമരത്തിന്റെ ഭാവി എന്താണ് എന്നത് വ്യക്തമാക്കുന്ന അഥവാ ശക്തി എന്താണ് എന്ന് തെളിയിക്കുന്നതിൽ ഏറെ നിർണായകമായിരിക്കും. 12 മണി മുതൽ 4 മണി വരെയാണ് ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. താങ്ക് യു രാധാകൃഷ്ണൻ.